ഹലോ ഗായ്സ്, നമ്മളൊരു ക്രാഫ്റ്റ് ചെയ്യാനാണ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ടൈമാണ് ഒരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇടുന്നത്. അപ്പം നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. അതിന് മുന്നേ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് 7 പേപ്പർ റോൾസ് ആണ്. ഇത് ചെയ്യാൻ അറിയാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. നമുക്കൊരു 7 പേപ്പർ റോൾസ് വേണം. ഞാനിവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് വേണ്ട ഇഷ്ടമുള്ളൊരു കളർ എടുക്കാം. ഞാൻ ഇവിടെ ബ്രഷ് പെന്ന് പേസ്റ്റൽ ഗ്രീനാണ് എടുത്തത്. നമുക്ക് ഇവിടെ ബ്ലാക്ക് എടുക്കാം. ബ്രഷ് പെൻ ആണെന്നൊന്നുമില്ല, പെയിൻറ്റ് എടുക്കാം, വേണമെങ്കിൽ മറ്റേ സ്പ്രേ പെയിൻറ്റ് എടുക്കാം. പിന്നെ ഒരു ഗ്ലൂ വേണം. പിന്നെ ഒരു സിസേഴ്സ് വേണം. ഒരു സിസേഴ്സ് വേണം കേട്ടോ. സിസേഴ്സ് എന്തിനാ വെച്ചാൽ ഒന്ന് പേപ്പർ റോൾ ഉണ്ടാക്കാനും പിന്നെ ഈ എല്ലാ റോൾസും ഒരേ അളവ് തന്നെ വേണം കേട്ടോ. 7 റോളും ഒരേ അളവിലാണോ നോക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇത് അളവ് വെച്ച് നോക്കട്ടെ. ഞാൻ അളവ് വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പം വലുതും ചെറുതായിട്ടാണുള്ളത്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു പോർഷൻ കണ്ടാൽ തിരിയും ചെറുതും വലുതും ഒക്കെ ആയിട്ടാണുള്ളത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് കട്ട് ചെയ്യട്ടെ. കട്ട് ചെയ്യാന്ന് ഞാൻ ഒറ്റയ്ക്കാണ് എടുക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. ട്രൈപോഡ് വാങ്ങാൻ ഫ്ലിപ്കാർട്ടിൽ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കട്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. നമ്മളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തപ്പം അതിൻ്റെ പോർഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാം ഒരേ അളവിലാണോ എന്ന്. അപ്പം ഇതാട്ടോ, ഇത് ഏകദേശം കറക്റ്റ് ഒരേ സൈസിൽ നിന്നല്ലെങ്കിലും ഏകദേശം ഒരേ സൈസാക്കി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണാം. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ അടുത്ത് വാങ്ങിയ ഒരു മിനി ഡയറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡയറി ആട്ടോ ഇത്. ഞാൻ എൻ്റെ സ്കൂളിലേക്ക് ബുക്ക് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു ഓക്സ്ഫോർഡിൽ, പേരാമ്പ്ര ബുക്ക് സ്റ്റാൾ. ആ സമയത്ത് ഞാൻ അവിടെ കണ്ടൊരു ക്യൂട്ട് ഡയറി ആയിട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഡയറിയുടെ പേജോ കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തിനാ യൂസ് പോലും എനിക്ക് വലിയ യൂസൊന്നുമില്ല. എന്നാൽ ഈ ഒരു പിക്ചറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ വാങ്ങിയതാട്ടോ ഈ ഒരു ഡയറി. മിനി ഡയറി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. എൻ്റെ പുതിയ ഡയറി കണ്ട് ശ്രദ്ധിക്കാൻ നമുക്ക് ക്രാഫ്റ്റിലേക്ക് വരുന്നാലോ. 7 പേപ്പർ സ്റ്റിക്സ് ആണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത്. നമുക്ക് ഈ 3 മാറ്റി വെച്ചിട്ട് അത് 4 കേട്ടോ വേണ്ടത്. 4 നമ്മൾ നിരത്തി വെക്കാം. ഞാൻ വെച്ചതിന് ശേഷം കാണിച്ചു തരാം. നമ്മൾ ആദ്യം എടുത്ത 4 പേപ്പർ സ്റ്റിക്സ് ഇല്ലേ, അത് ഇതേ കണക്കിന് നിരത്തി വെക്കുക. അപ്പം ഏകദേശം ആൾക്കാർക്ക് പിടിയിട്ടുണ്ടാവും ഞാൻ എന്താണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് വാൾ ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം, ഡെസ്ക് ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്നാൽ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ മാറ്റി വെച്ച ഈ 3 പേപ്പർ സ്റ്റിക്സ് ഉണ്ടല്ലോ, അതിപ്പോൾ 4 വെച്ചില്ലേ നിരത്തിയിട്ട്, അതിന് മിളക്കി ഓരോന്നായിട്ട് വെക്കണം ഈ 3. അപ്പം അത് വെക്കുന്നതിനനുസരിച്ച് നമ്മൾ ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം നമുക്കിത് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പം ഇതേപോലെ ഇത് ജസ്റ്റ് ഒന്ന് ചരിഞ്ഞ് വേണ്ട അവസാനം നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കാൻ ശ്രമിക്കാം. ഇതേപോലെ ബാക്കി 2 നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇതേ രീതിയിൽ വേണം വെക്കാൻ. സംഭവം ചെയ്ത് വന്നപ്പം നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു കാര്യം മറന്നുപോയി. ചെയ്യുമ്പം ഇത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പെയിൻ്റ് അടിക്കണമായിരുന്നു. ഇല്ല, ഇത് പെയിൻ്റ് അടിക്കാൻ കുറച്ച് ടൈം എടുക്കും. പശ വെച്ച് ഉണങ്ങിയതിന് ശേഷം ഇത് പെയിൻ്റ് അടിക്കാനാവുള്ളൂ. നമുക്കിത് പെയിൻ്റ് അടിച്ചിട്ട് കാണാം. അപ്പം നമുക്ക് പെയിൻ്റ് അടിക്കാം. ഇത് ഫുള്ള് ഇപ്പം അടിക്കാനാവില്ല, പറ്റുന്നിടത്തൊക്കെ അടിക്കാം. പിന്നെ നമുക്ക് ഗ്ലൂ ഉണങ്ങിയിട്ട് അടിക്കാം. നമ്മുടെ ഗ്ലൂ ഉണങ്ങുന്ന സമയം കൊണ്ട് ഞാൻ പുതുതായിട്ട് വാങ്ങിയൊരു പൗച്ച് കാണിച്ചു തരാം. നിങ്ങളായിരിക്കും എൻ്റെ കയ്യിൽ ഇപ്പം ഡയറി ആണല്ലോ ഉള്ളത്, എന്നിട്ട് പൗച്ച് കാണിച്ചു തരാനാണല്ലോ പറയുന്നത്. ഈ ഡയറി ഞാൻ ബുക്ക് സ്റ്റാൾ ഓക്സ്ഫോർഡ് പേരാമ്പ്രന വാങ്ങിയ പറഞ്ഞല്ലോ. ഇതിന് 55 റുപ്പീസ് ആട്ടോ. ഞാൻ റേറ്റ് പറയാൻ മറന്നുപോയി. നമുക്ക് പൗച്ച് എടുക്കാം. ഇതാണ് ഞാൻ വാങ്ങിയ പൗച്ച് എന്ന് പറയുന്നത്. ഒരു കിഡ് മോഡലാണ് പ്രിൻസസിൻ്റെ. പക്ഷെ ഇത് കിഡാണെങ്കിൽ എനിക്കിപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 179 ആട്ടോ ഗൈസ്, 179. ഇത് ഞാൻ സെയിം പ്ലേസ് തന്നെയാണ് വാങ്ങിയത്, ഓക്സ്ഫോർഡിൽ നിന്ന്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 5 പെന്ന് വാങ്ങിയിട്ടുണ്ട്. ഒരു എക്സോ പെന്നും പിന്നെ 4 ഡോംസിൻ്റെ ടിക് പെന്നുമാണ് വാങ്ങിയത്. ഇതിൻ്റെ ഉള്ളിലെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പെൻസിലൊക്കെ വെക്കാൻ പറ്റുന്നൊരു ചെറിയൊരു ഹോൾഡർ പോലത്തെ ഒരു സാധനമുണ്ട്. പിന്നെ ഇതൊരു പ്ലാസ്റ്റിക് ഇതാണ്, പൗച്ചാണ്. ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. നമുക്കിത് വാങ്ങേണ്ടവർ പേരാമ്പ്ര ഓക്സ്ഫോർഡിൽ പോയി വാങ്ങിക്കോളും. ലൊക്കേഷൻ കമൻറ്റ് ബോക്സിൽ പറയാം. അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് പൗച്ചൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സാധനം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് പെയിൻ്റ് അടിച്ചെടുക്കാം. പെയിൻ്റ് അടിക്കുന്ന ബ്രഷ് പെന്ന്,
പേസ്റ്റൽ ഗ്രീൻ കൊണ്ടാണ്, ഡോംസിൻ്റെ ആണ്. നമുക്ക് പെയിൻ്റ് അടിക്കാം. ഇതാണ് ഗൈസ് ഇതിൻ്റെ നിറ്റ് വരുന്നത്. നല്ല സാധനമാണ്. ഇതിന് ലിങ്കൊന്നുമില്ല, എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയാണ്. ഇതിനെ കൊണ്ട് അടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കളറിങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ കളർ ചെയ്തത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. ഇതൊരു ബാമ്പൂ രീതിയിലാണ് ഞാൻ കളർ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഒരു പാണ്ടനെയും കൂടെ വരച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെക്കുന്നതാണ്. നമുക്കൊരു വാൾ ഡെക്കോറായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്കിത് പാണ്ടനെ വരച്ചിട്ട് കാണാം. നമ്മൾ ഇത് നടുക്ക് എടുക്കാനുള്ള പാണ്ടനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് പാണ്ട, ക്യൂട്ട് ബേബി പാണ്ട. ഇതിന് കൊടുക്കാനുള്ള ബ്ലാക്ക് കളർ എൻ്റെ അടുത്ത് മിസ്സിങ് ആണ്. നമ്മൾ പെൻസിൽ ഷെയ്ഡ് കൊടുത്തിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈസി ആയിട്ട് ഇങ്ങനത്തെ ഓരോ പിക്ചേഴ്സ് വരയ്ക്കാനും, പിന്നെ നമ്മുടെ അമ്മമാരെയും അച്ഛന്മാരുടെയും ആരെ വേണമെങ്കിൽ പിക്ചർ വരയ്ക്കാൻ പറ്റുന്ന ഒരു ആപ്പ് ഞാൻ പറഞ്ഞുതരാം, പേപ്പർ കോപ്പി. ഈ ആപ്പ് ഇങ്ങനെ യൂസ് ചെയ്യുക വെച്ചാൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ക്ലിക്ക് ചെയ്യാം. അപ്പം അതിൽ കുറേ ഓപ്ഷൻസ് തരും. ഗാലറി തരും, AI സ്റ്റുഡിയോ തരും, പിന്നെ അതിൽ തന്നെയുള്ള കുറച്ച് പിക്ചേഴ്സ് തരും. നമ്മൾ ഗാലറി സെലക്ട് ചെയ്യാം. ശേഷം നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ സെലക്ട് ചെയ്യാം, പിന്നെ ഡൺ കൊടുക്കുക. അപ്പം ഈ ഒരു ഫ്രെയിം പോലെ പിക്ചർ വരും. നമുക്കത് സൂം ചെയ്യാം, പിന്നെ മിനിമൈസ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ സൂം ചെയ്തിട്ടാട്ടോ ഇത് പാണ്ടേനെ പിക്ചർ ചെയ്തത്. അപ്പം സൂം ചെയ്തതിന് ശേഷം സൈഡിൽ ലോക്കിനൊരു ക്ലിക്ക് ചെയ്യാൻ കൊടുക്കും. അപ്പോൾ ലോക്ക് ക്ലിക്ക് ചെയ്താൽ പിന്നെ ആ പിക്ചർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അനങ്ങൂല. പേപ്പർ എടുക്കുക, അതിൻ്റെ മേലെ വെക്കുക, പിന്നെ പെൻസിൽ കൊണ്ട് വരയ്ക്കാൻ ചെയ്യാം. അതിനുശേഷം അത് ബാക്ക് അടിച്ച് പോകും. അത്രയുള്ളത്. ഈസിയാണ് ആപ്പ് യൂസ് ചെയ്യാൻ. അപ്പം ആരും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഡ്രോയിങ് അറിയാത്ത ആൾക്കാരും ഡ്രോയിങ് അറിയുന്ന ആൾക്കാരും. ഇങ്ങനെ പാണ്ട വരച്ചതൊക്കെ മനസ്സിലായി. ഇനി നമുക്കിത് കളർ ചെയ്തെടുക്കാം. പാണ്ടനെ കളർ ചെയ്യുന്ന ഒട്ടിക്കൽ വീഡിയോ എടുക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ പാണ്ട ബാമ്പുവിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഞാൻ ഇത് പ്ലേസ് ചെയ്യൂല, ബിക്കോസ് എൻ്റെ 2 ഫോട്ടോസ് ഇവിടെ ഉണ്ട്. അപ്പം ഇത് ഞാൻ ഇവിടെ ആയിട്ട് വെക്കും. ഡബിൾ സൈഡ് ടാപ്പ് കിട്ടിയാൽ ഞാൻ ഇവിടെ വെക്കുന്നതാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഡെസ്ക് ഡെക്കോറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഇതേപോലെ വെക്കാം. ഇതൊരു ഡെസ്ക് ഡെക്കോറായി. ഇപ്പം തന്നെ ഒരു പാണ്ടയുണ്ട്, ഇതിൻ്റെ മൂക്ക് പോയി പോയിട്ടോ ഗൈസ്. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് ബൈ ബൈ.